നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം കാണാൻ പോവുക എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധമാണ് ഉത്സവത്തിനായി പോകുന്നത്. രാത്രിയിലെ കലാപരിപാടികൾ അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഇരുന്നാണ് കാണുക. ഇരിക്കുവാനും ഇരുന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് കിടക്കുവാനും പാകത്തിൽ പായയും ചുരുട്ടിയാകും മിക്കവരും ഉത്സവത്തിന് പോവുക. ഉത്സവപ്പറമ്പിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. ഒരിടത്ത് പണം വച്ചുള്ള ചീട്ടുകളി, മറ്റൊരിടത്ത് 1 വച്ചാൽ 2 കിട്ടും, 2 വച്ചാൽ 4 കിട്ടും എന്ന് പറയുന്ന കുലുക്കിക്കുത്ത്, തൊട്ടടുത്ത ആനമയിലൊട്ടകം, മണിയടിയും തട്ടും മുട്ടലുമായി കപ്പലണ്ടിയും പട്ടാണിയും വിൽക്കുന്നവർ, ചാന്തും കൺമഷിയും പൊട്ടും വളയും റിബണും വിൽക്കുന്ന വച്ചുവാണിഭ കച്ചവടക്കാരുടെ നീണ്ട നിര, ബലൂണും പീപ്പിയും തോക്കും പൊട്ടാസും പാവയുമൊക്കെയായി മറ്റൊരു കൂട്ടർ, ചുക്കുകാപ്പിയും പപ്പടബോളിയും വിൽക്കുന്നവർ വേറെ. ഉത്സവപ്പറമ്പുകളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്നു പറയുന്നത് എത്ര ശരിയാണ്. ആധ്യാത്മിക അനുഷ്ഠാന ചടങ്ങുകൾ, വച്ചുവാണിഭം, കലാസ്വാദനം, അങ്ങനെ എല്ലാം കൂടിച്ചേരുന്ന ഇടമായിരുന്നു ഉത്സവപ്പറമ്പുകൾ. പലപ്പോഴും കഥകളിയും ഓട്ടൻതുള്ളലും നാടകവും കഥാപ്രസംഗവും ബാലിയുമൊക്കെയാകും കലാപരിപാടികൾ. ഇതിനിടയിൽ ചില തർക്കങ്ങളും അല്ലറ ചില്ലറ വഴക്കുകളുമൊക്കെ ഉണ്ടാവുകയും സ്വയമേവ അവസാനിക്കുകയും ചെയ്യും. ഇന്നത്തെ പോലെ കൊട്ടേഷൻ സംഘങ്ങളും പകതീർക്കലുമൊന്നും ഉത്സവപ്പറമ്പുകളിൽ പതിവില്ലായിരുന്നു. സ്ത്രീകളെയും കൂട്ടി രാത്രിയിൽ ഏതെങ്കിലും ഉത്സവ സ്ഥലത്ത് പോകാൻ ഇന്ന് നമ്മളിൽ ആരാണ് ധൈര്യപ്പെടുക? എല്ലാവിധമായ സാമൂഹിക തിന്മകളും സാമൂഹിക വിരുദ്ധരും മദ്യപന്മാരും ചേർന്ന ഉത്സവങ്ങൾ ഹൈജാക്ക് ചെയ്യുകയല്ലേ? വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കുമെല്ലാം അതിൻ്റെ നന്മയും തനിമയും ശാലീനതയും നഷ്ടമായില്ലേ? ഇപ്പോൾ എല്ലാം സ്പോൺസറിംഗ് ആണ്. പരിപാടികളുടെ ഈ ഭാഗം സമർപ്പിക്കുന്നത് ഇന്ന് ചാനൽ പരിപാടികൾക്കിടയിൽ പറയുന്നത് പോലെ ഉത്സവങ്ങളുടെ ഓരോ ഭാഗവും നാട്ടിലെ സാമ്പത്തിക ശേഷി കൂടുതലുള്ളവർ സ്പോൺസർ ചെയ്യുകയാണ്. സമ്പന്നരുടെ പണക്കൊഴുപ്പാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നത്. ക്ഷേത്രാചാര വിധികളും അനുഷ്ഠാന ക്ഷേത്ര കലകളുമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. രാത്രിയിലെ മിമിക്സും സിനിമാറ്റിക് ഡാൻസും ഗജവീരനും വെടിക്കെട്ടും തുടങ്ങി ഉത്സവത്തിന് കൊടിയേറാൻ കൊടിമരത്തിൽ ചേർക്കേണ്ട കൊടിക്കൂറ വരെയും സ്പോൺസറിങ്ങിലൂടെ കണ്ടെത്തുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്കും അപജയം സംഭവിച്ചിരിക്കുന്നു. എല്ലാം അണാപൈസ ഏർപ്പാടാണ്. ചാർത്ത് തയ്യാറാക്കലും ദക്ഷിണ നൽകലും പൂജാവിധികളും എഴുന്നള്ളത്തുമെല്ലാം ഏറെക്കുറെ കരാറടിസ്ഥാനത്തിൽ അഡ്വാൻസ് നൽകി മുൻകൂട്ടി കോൺട്രാക്റ്റ് നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ലാളിത്യത്തിനും സമർപ്പണത്തിനും പകരം ധാരാളിത്തവും പ്രകടനാത്മകവുമായി നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെ ഉത്സവങ്ങൾ പോലും പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ, ഒന്ന് കുരവയിടുവാനോ ഒന്ന് ആർപ്പ് വിളിക്കുവാനോ പോലും അറിയാത്തവരായി നാം മാറിയിരിക്കുന്നു. ഉത്സവം മൊത്തമായും ചില്ലറയായും ഈവൻ്റ് മാനേജ്മെൻറ്റുകാരുടെ കരാറേൽപ്പിച്ച കാഴ്ചക്കാരായി മാറുന്ന മലയാളികളുടെ ഉത്സവവും യാന്ത്രികമായി മാറിക്കഴിഞ്ഞു. ഒട്ടുമുറങ്ങാത്ത രാത്രികൾ സാധാരണ നമുക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ആഹ്ലാദത്തോടെ ഉറക്കമൊഴിയാൻ തയ്യാറായിരുന്ന പഴയകാലമൊന്നുണ്ടായിരുന്നു നമുക്ക്. പകലും രാവും ഗ്രാമജീവിതത്തെ ചലനാത്മകമായി നിർത്തിയത് ഉത്സവങ്ങളാണ്. താളത്തിൻ്റെ തരംഗങ്ങൾ, രാഗങ്ങളുടെ പ്രവാഹഗതികൾ, നിറങ്ങളുടെ സങ്കലനങ്ങൾ, വിശ്വാസത്തിൻ്റെ ഭാവകാന്തികളെല്ലാം ഉത്സവങ്ങൾ നമുക്ക് തന്നു. ജനജീവിതത്തെ തൊലിപ്പുറത്ത് തൊട്ടു പോവുകയല്ല ചെയ്യുന്നത്, ജീവിതത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുകയും അതിലും എത്രയോ ഇരട്ടി തിരിച്ചു നൽകുകയും ചെയ്യും. നമ്മുടെ തനിമയാർന്ന ഉത്സവങ്ങൾ സമൂഹത്തിൻ്റെ മാനസിക ഘടനയെ എങ്ങനെ എത്രമാത്രം നിർണയിച്ചു എന്നതിൻ്റെ പഠനങ്ങളൊന്നും നിലവിലില്ല. ഫലപുഷ്ടിയുള്ള വിളവെടുപ്പിൻ്റെ ആഘോഷങ്ങളായി, പൂർവിക സ്മരണകളുടെ ദർശനമായി ഉത്സവങ്ങൾ ആവിർഭവിച്ചു എന്ന് പറയാം.
അത് ആഘോഷിക്കുന്നതിലെ സത്യസന്ധതയാണ് പഴയ കാലം മുന്നോട്ട് വച്ചത്. അതുകൊണ്ടാണ് അവയിൽ വ്യതിചലിച്ചുകൂടാത്ത അനുഷ്ഠാനത്തിൻ്റെ അംശം കൂടിയിരുന്നത്. ഭൗതിക ലോകത്തിൻ്റെ വേഗമാർന്നതും ശക്തവുമായ സ്വാധീനം നമ്മുടെ ഉത്സവങ്ങളിൽ നിന്ന് സാംസ്കാരിക സത്യസന്ധതയുടെ അംശം ചോർത്തിക്കളഞ്ഞു. പണം കൊണ്ട് നേടാവുന്ന എല്ലാ വർണ്ണ വൈചിത്രങ്ങളും ആഘോഷ തിമിർപ്പുകളും ഉത്സവലഹരിയും ഉത്സവത്തിലേക്ക് ചേർത്ത് വച്ച് കാഴ്ചക്കാരായി നിന്ന് കരഘോഷം മുഴക്കുമ്പോൾ നഷ്ടമാകുന്നത് ഭൂതകാലത്തിൻ്റെ നന്മയോ സത്യസന്ധതയോ ആണെന്ന പരമാർത്ഥം നാം ഓർക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഉത്സവത്തിൻ്റെ പറഞ്ഞുകൂടാത്ത രഹസ്യം.